കാഞ്ചിയാർ മറ്റപ്പള്ളി കാവടിക്കവല മേഖലകളിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങുന്നത് ജനജീവിതത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാവടിക്കവല ഭാഗത്ത് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിവിളകൾ നശിപ്പിച്ചു. മറ്റപ്പള്ളി മുതൽ 1 കിലോമീറ്റർ ഭാഗത്ത് വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗത്തുകൂടി അടിയന്തരമായി ഫെൻസിംഗ് സ്ഥാപിച്ച് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ മറ്റപ്പള്ളി കാവടിക്കവല മേഖലകൾ. ഇവിടെ ഒരു ഭാഗത്ത് വനംവകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനാണ്, മറുഭാഗം ജനവാസ മേഖലയും. വർഷങ്ങളായി വിവിധ സമയങ്ങളിൽ ഈ ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് വനംവകുപ്പ് മറ്റപ്പള്ളി മുതൽ 1 കിലോമീറ്റർ 200 മീറ്റർ ഭാഗത്ത് മുൻപ് സോളാർ വൈദ്യുതി സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ബാക്കി ഭാഗവും വനമേഖലയും ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ഭാഗത്തുകൂടി അടിയന്തരമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സാഹചര്യം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ദിവസങ്ങളായിട്ട് ആനശല്യം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ജനവാസ മേഖലയിലും പറമ്പിലൊക്കെ കയറി വാഴയൊക്കെ ഒടിച്ച് തിന്ന് ഇങ്ങനെ ജനങ്ങളെ കണ്ടാലൊന്നും ഒരു കൂസലും ഇല്ല. അതുപോലെ ശല്യമായിട്ടുണ്ട്. അത് ഇപ്പം ഒന്ന് പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഇപ്പം നിലവിൽ നമ്മുടെ മാറ്റപ്പള്ളി കുരിശുപള്ളിയുടെ ഭാഗം മുതൽ 1 കിലോമീറ്റർ 200 മീറ്ററാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോരാ, നമുക്ക് മുഴുവൻ ഭാഗവും, അതായത് ഈ കാവടിക്കോല കേന്ദ്ര ഭാഗം കൊണ്ടും അതുപോലെ പേഴുങ്കണ്ടത്തേക്ക് പോകുന്ന ആ സൈഡും അതും കൂടെ പൂർണ്ണമായിട്ടും ഫെൻസിങ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആനശല്യത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടുവാൻ സാധിക്കുന്നത്. ജനങ്ങളെല്ലാം വളരെ ഭയാശങ്കയിലാണ്. ഫോറസ്റ്റിധികാരികളുടെ നിരന്തരമായിട്ടുള്ള അവരുടെ ഇടപെടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെരുമ്പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. നമുക്ക് വേണ്ടത് ഒരു ശാശ്വത പരിഹാരമാണ്. ജനങ്ങളെ ഇതിൽ നിന്നും അവരുടെ ഭീതി അകറ്റുന്നതും അവർക്ക് അതിപ്പോൾ ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നമുക്കൊരു പരിഹാരമാകുകയുള്ളൂ എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി ഭാഗത്ത് കാട്ടാന രാത്രിയിൽ ഇറങ്ങിയിരുന്നു. ഈ ഭാഗത്ത് ഫെൻസിംഗ് ഉണ്ടായിരുന്നതിനാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിയില്ല. എന്നാൽ 5 ദിവസം മുൻപ് കാവടിക്കവല ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാന എത്തി. കൃഷിയിടത്തിലെ വാഴകളടക്കം കാട്ടാന നശിപ്പിച്ചു പോകുന്ന സാഹചര്യവുമുണ്ടായി. കൂടാതെ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലും കാട്ടാന ഇറങ്ങിയിരുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതോടെ നാട്ടുകാർ ഭീതിയോടെയാണ് കഴിയുന്നത്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാട്ടാന ഇറങ്ങുന്ന സമയം സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആനകൾ തിരികെ എത്തുന്ന സാഹചര്യമാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനയെ കൂടാതെ പെരുമ്പാമ്പ് അടക്കമുള്ള ഇഴജന്തുക്കളും വീടുകളിലേക്കും പറമ്പുകളിലേക്കും എത്തുന്നതായും ആളുകൾ പറയുന്നുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ മേഖലയിൽ പൂർണ്ണമായും ഫെൻസിംഗ് സ്ഥാപിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യം ശക്തമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.